ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധികാസ് കിച്ചൺ. സദ്യക്ക് സാമ്പാറിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഒഴിച്ചുകറിയാണല്ലോ രസം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാരമ്പര്യ തമിഴ് ബ്രാഹ്മിൺ രീതിയിലുള്ള രസമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല രുചിയുള്ള ഈ രസം ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ഒരിക്കൽ പരീക്ഷിച്ചാൽ സമയം കുറവുള്ളപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയായിട്ട് വീണ്ടും ഇത് ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബ്രാഹ്മിൺ രസം ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂൺ തോരമ്പരിപ്പാണ്, പിന്നെ 2 തക്കാളി, പിന്നെ ഒരു നെല്ലിക്ക സൈസ് പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അതിന് എടുത്ത പുളിവെള്ളം 1 കപ്പ്. പിന്നെ വേണ്ടത് കടുക് 1 ടീസ്പൂൺ, രസം പൗഡർ 1 ടീസ്പൂൺ, നെയ്യ് 2 ടീസ്പൂൺ. നെയ്യ് ഉപയോഗിച്ചാലാണ് രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. പിന്നെ ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി ഒരു 2 എണ്ണം നീളത്തിൽ മുറിച്ചത്, പിന്നെ കപ്പരമുളക് 2 എണ്ണം, പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും 1 ടീസ്പൂണോളം, പിന്നെ കരുവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിന്. അതിന് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിൽ പരിപ്പും തക്കാളിയും ഒരുമിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് പരിപ്പ് നന്നായിട്ട് വേവണ വരെ അതിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 3 വിസിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് തക്കാളി നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. തക്കാളി സ്പൂണോ കയ്യോ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നണത് അത് വെച്ചിട്ട് ഉടച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പോളം പുളിവെള്ളം ഉണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ രസപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ തന്നെ രസത്തിന്റെ നല്ല മണം വരാൻ തുടങ്ങി. ഇനി അടുത്തത് എന്താ ചെയ്യാൻ നോക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കപ്പരമുളക് ഇട്ട് കൊടുത്തിട്ട് കപ്പരമുളക് ചുമക്കണ വരെ വെയിറ്റ് ചെയ്യാം. കപ്പരമുളക് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകം, പിന്നെ അസഫഡിറ്റ അല്ലെങ്കിൽ കായം ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ 2 വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരിപ്പും പുളിയും ഒക്കെ കലക്കി വെച്ചത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രസത്തിലേക്ക് കുറച്ച് കരുവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് രസം വേണ്ടത് അതിനനുസരിച്ച് 3 വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ രസം ഒന്ന് തിളച്ചാൽ മതി. രസം റെഡിയായി കഴിഞ്ഞു. നമുക്കൊന്ന് രസം ഒന്ന് വെട്ടി തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. രസം വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. നല്ല മണം വരുന്നുണ്ട് രസത്തിന്റെ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഇതിന്റെ മണം അറിയാൻ.
ഇതിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. രസം റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉള്ള തക്കാളി രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രസം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് ലൈക്കും ഷെയറും പിന്നെ നിങ്ങളെ കമൻസും പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള പാചകക്കുറിപ്പിന് വേണ്ടി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ കൂടെ ബെൽ ഐക്കൺ അമർത്തിയാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.